കോൺക്രീറ്റിംഗ് പൂർത്തിയായി. കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡ് സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച രാവിലെ ബസ്സുകൾക്കായി തുറന്നു നൽകും. 63 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരിച്ചത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. നവീകരണ പ്രവൃത്തികൾക്കായി കഴിഞ്ഞ ഏപ്രിൽ 1 ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത്. ഇതേ തുടർന്ന് മാവുങ്കാൽ കാസർഗോഡ് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും നീലീശ്വരം കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുമെല്ലാം ബസ് സ്റ്റാൻഡിന് തൊട്ടുമുന്നിലുള്ള പ്രധാന പാതയിൽ നിർത്തിയാണ് യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും. ഇത് നഗരശിലാകേന്ദ്രമായ ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കിനും ജനത്തിരക്കിനും ഇടയാക്കുന്നുണ്ട്. കോൺക്രീറ്റിംഗ് പൂർത്തിയായ യാർഡ് വെള്ളിയാഴ്ച ബസ്സുകൾക്ക് തുറന്നു കൊടുക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. ആധുനീകരിക്കുന്നതിന്റെ പേരിൽ അടച്ചിട്ടെങ്കിലും ആദ്യത്തെ 1.5 മാസക്കാലം ബസ് സ്റ്റാൻഡ് യാർഡിൽ പ്രവൃത്തികളൊന്നും നടന്നില്ല. ഇത് വ്യാപാരികളുടെയും ബസ് ജീവനക്കാരുടെയുമെല്ലാം പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. മാത്രമല്ല, പണികൾ നിലച്ചും നീണ്ടും പോയത് അപകടങ്ങളെയും ആരോപണങ്ങളെയും വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് യാർഡ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. 63 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ഈ യാർഡ് സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച രാവിലെ ഉദ്ഘാടനത്തോടുകൂടി ബസ്സുകൾക്കായി തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ പറഞ്ഞു. 63 ലക്ഷം രൂപ ചെലവിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇത് ടാറിങ്ങൊക്കെ പൊട്ടി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാവരുടെയും സൗകര്യത്തിനനുസരിച്ച് വികസിച്ചു വരുന്ന നഗരത്തിൻ്റെ ഒരു ഗതാഗത സൗകര്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ബസ് സ്റ്റാൻഡ് യാർഡ് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ പരിസരത്തുകൂടി ഡ്രെയിനേജ് സംവിധാനം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന് കൈവരികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രെയിനേജും സൗകര്യങ്ങളും ഒക്കെ വരുമ്പോൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന രൂപത്തിലേക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ബസ് സ്റ്റാൻഡ് യാർഡ് നാളെ തുറന്നു കൊടുക്കുന്നു. ഏതാണ്ട് 1.5 മാസം കൊണ്ട് തീർക്കാമായിരുന്ന പുനരുദ്ധാരണ പ്രവൃത്തികളാണ് 5.5 മാസത്തോളം നീണ്ടത്. ഇതിനിടയിൽ വിഷുവും ഓണവും നബിദിനവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളെല്ലാം കടന്നുപോയി. ആ വേളകളിലെല്ലാം പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കുമെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. ഒരുപാട് വൈകിയാണെങ്കിലും ഒടുവിൽ പ്രശ്നങ്ങളുടെയെല്ലാം കുരുക്കഴിയുന്നതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ബസ് ജീവനക്കാരും വ്യാപാരികളും നഗരത്തിലെത്തുന്ന പൊതുജനങ്ങളുമെല്ലാം. യാർഡിൽ കൈവരികൾ സ്ഥാപിക്കാനും അരികിൽ ആധുനിക രീതിയിലുള്ള അടുക്കുചാൽ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് എല്ലാ തരത്തിലും സൗകര്യപ്രദമായി ദീർഘകാലം നിലനിൽക്കുമെന്നാണ് നഗരഭരണാധികാരികളുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.